കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടി. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോടൊപ്പം ഭക്ഷണത്തിനിരിക്കവേ ആത്മാവിൽ അസ്വസ്ഥനായി അരുളി ചെയ്തു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും. അവൻ ആരെപ്പറ്റി പറയുന്നു എന്നറിയാതെ ശിഷ്യന്മാർ ആകുലചിത്തരായി പരസ്പരം നോക്കി. ശിഷ്യന്മാരിൽ യേശു സ്നേഹിച്ചിരുന്നവൻ അവൻ്റെ വക്ഷസ്സിലേക്ക് ചാരിക്കിടന്നിരുന്നു. ശിമിയോൻ പത്രോസ് അവനോട് ആംഗ്യം കാണിച്ച് പറഞ്ഞു, അവൻ ആരെപ്പറ്റി പറയുന്നുവെന്ന് ചോദിക്കുക. യേശുവിൻ്റെ വക്ഷത്തിൽ ചേർന്ന് കിടന്നുകൊണ്ട് അവൻ ചോദിച്ചു, കർത്താവേ, ആരാണത്? അവൻ പ്രതിവചിച്ചു, അപ്പക്കഷ്ണം മുക്കി ഞാൻ ആർക്ക് കൊടുക്കുന്നുവോ അവൻ തന്നെ. അവൻ അപ്പക്കഷ്ണം മുക്കി ശിമിയോൻ സ്കറിയാത്തായുടെ മകൻ യൂദാസിന് കൊടുത്തു. അപ്പക്കഷ്ണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവനിൽ പ്രവേശിച്ചു. യേശു അവനോട് പറഞ്ഞു, നീ ചെയ്യാനിരിക്കുന്നത് വേഗം ചെയ്യുക. എന്നാൽ ഭക്ഷണത്തിനിരുന്നവരിൽ ആരും അവനിത് എന്തിനു പറഞ്ഞുവെന്ന് അറിഞ്ഞില്ല. പണസഞ്ചി യൂദാസിൻ്റെ പക്കലായിരുന്നതിനാൽ നമുക്ക് തിരുനാളിന് ആവശ്യമുള്ളത് വാങ്ങുക എന്നോ ദരിദ്രർക്ക് എന്തെങ്കിലും കൊടുക്കുക എന്നോ ആയിരിക്കാം യേശു അവനോട് ആവശ്യപ്പെട്ടതെന്ന് ചിലർ വിചാരിച്ചു. ആ അപ്പക്കഷ്ണം സ്വീകരിച്ച ഉടനെ അവൻ പുറത്തുപോയി. അപ്പോൾ രാത്രിയായിരുന്നു. അവൻ പുറത്തുപോയി കഴിഞ്ഞപ്പോൾ യേശു പറഞ്ഞു, ഇപ്പോൾ മനുഷ്യപുത്രൻ മഹത്വപ്പെട്ടിരിക്കുന്നു, അവനിൽ ദൈവവും മഹത്വപ്പെട്ടിരിക്കുന്നു. ദൈവം അവനിൽ മഹത്വപ്പെട്ടുവെങ്കിൽ ദൈവം അവനെ തന്നിൽ മഹത്വപ്പെടുത്തും, ഉടൻ തന്നെ മഹത്വപ്പെടുത്തും. എൻ്റെ കുഞ്ഞുങ്ങളെ, നീ അല്പസമയം കൂടി ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. നിങ്ങൾ എന്നെ അന്വേഷിക്കുമെന്നാൽ ഞാൻ യഹൂദരോട് പറഞ്ഞതുപോലെ ഇപ്പോൾ നിങ്ങളോടും പറയുന്നു, ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. ശിമിയോൻ പത്രോസ് ചോദിച്ചു, കർത്താവേ, നീ എവിടേക്ക് പോകുന്നു? യേശു പ്രതിവചിച്ചു, ഞാൻ പോകുന്നിടത്തേക്ക് ഇപ്പോൾ എന്നെ അനുഗമിക്കുവാൻ നിനക്ക് കഴിയുകയില്ല, എന്നാൽ പിന്നീട് നീ അനുഗമിക്കും. പത്രോസ് പറഞ്ഞു, കർത്താവേ, ഇപ്പോൾ തന്നെ നിന്നെ അനുഗമിക്കുവാൻ എനിക്ക് കഴിയാത്തത് എന്തുകൊണ്ട്? നിനക്ക് വേണ്ടി എൻ്റെ ജീവൻ ഞാൻ ത്യജിക്കും. യേശു പ്രതിവചിച്ചു, നീ എനിക്ക് വേണ്ടി ജീവൻ ത്യജിക്കുമെന്നോ? സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ എന്നെ 3 പ്രാവശ്യം തള്ളിപ്പറയുന്നത് വരെ കോഴി കൂവുകയില്ല. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. വിശ്വമിശിഹായിലേറെ സ്നേഹിക്കപ്പെടുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഈശോയുടെ പരസ്യ ജീവിതകാലത്തിൻ്റെ അവസാന നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. വചനം നമ്മളുടെയൊക്കെ മുമ്പിൽ വരച്ച് കാട്ടുന്നത് എന്തുമാത്രം മാനസികമായ ഒരു വ്യഥയോടുകൂടെയാണ് ഈശോ മുന്നോട്ട് പോകുന്നത്. പക്ഷേ തൻ്റെ ലക്ഷ്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് താൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന സഹനങ്ങളെയൊക്കെ അതിജീവിക്കുന്ന ക്രിസ്തുവിനെ കാണാൻ പറ്റും. നമ്മൾ വായിച്ച് കേട്ട സുവിശേഷം യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ പ്രധാനമായും നമ്മൾ 3 വ്യക്തിത്വങ്ങളെ കാണുന്നുണ്ട്. അതായത് ഈശോയുടെ കൂടെ നടന്ന് ഈശോയുടെ ആ ഒരു ശിഷ്യഗണത്തിൽ പ്രധാനികളായിരുന്ന ചില വ്യക്തികളാണ്. അതിൽ ഒന്നാമതായിട്ട് ഈശോയെ ഒറ്റിക്കൊടുക്കുന്ന യൂദാസ് സ്കറിയാത്ത. ഒരു വലിയ വഞ്ചനയുടെ കഥയാണ് വചനം പറഞ്ഞു തരിക. അതായത് അവൻ ഈശോയുടെ കൂടെ നടന്നിരുന്ന ആ ഒരു സമയത്ത് ഈശോയിൽ നിന്ന് കിട്ടിയ ആ സന്തോഷത്തേക്കാൾ അധികമായിട്ട് അവൻ്റെ ആഗ്രഹവും മനസ്സും മുഴുവനും പണത്തിലായിരുന്നു. അങ്ങനെ അവൻ്റെ ജീവിതത്തിൻ്റെ ഫോക്കസ് പോലും അവന് നഷ്ടപ്പെട്ടു പോയി. പക്ഷെ അതുകൊണ്ട് എത്തിക്കുന്നത് അവൻ തൻ്റെ ഗുരുവിനെ 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുക്കുന്നു എന്നുള്ളതാണ്. അത്രമാത്രം അവൻ്റെ ജീവിത തകർച്ചകൾ അവന് സംഭവിക്കുകയാണ്. വീണ്ടും നമ്മൾ കാണുന്നത് പത്രോസ്ലീഹ, ആദ്യത്തെ മാർപ്പാപ്പയായിരുന്നു, ഈശോയെ തള്ളിപ്പറയുന്ന ഒരു വലിയ അനുഭവം. ഈശോ പറയുന്നുണ്ട്, പത്രോസ്ലീഹ പറയുന്നു, ഞാൻ നിനക്ക് വേണ്ടി എൻ്റെ ജീവൻ ത്യജിക്കാൻ പോലും തയ്യാറാണ്. പക്ഷേ ഈശോ പറയുകയാണ്, അതിനു മുമ്പ് കോഴി കൂവുന്നതിന് മുമ്പ് നീ എന്നെ 3 പ്രാവശ്യം തള്ളിപ്പറയും. ഇത്രമാത്രം ഒരു അവഗണനയുടെയും ഒറ്റപ്പെടുത്തലിൻ്റെയും കുറ്റപ്പെടുത്തലിൻ്റെയും ഒക്കെ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുക. വീണ്ടും യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഈശോ ഏറെ സ്നേഹിച്ചിരുന്ന ഒരു ശിഷ്യൻ എന്ന പേരിലാണ് യോഹന്നാൻ അറിയപ്പെടുക. മറ്റ് സുവിശേഷങ്ങളിലും മറ്റ് പുസ്തകങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് അത് ഈശോ ഏറെ സ്നേഹിച്ചിരുന്ന ശിഷ്യൻ യോഹന്നാനാണ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ യോഹന്നാൻ സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈശോ ഏറെ സ്നേഹിച്ചിരുന്ന ശിഷ്യൻ, ദ ബിലവഡ് ഡിസൈപ്പിൾ. കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന ആ ശിഷ്യനും ഈശോ ഏറെ സ്നേഹിച്ചിരുന്ന ശിഷ്യനും ഈശോയുടെ അമ്മയും അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതിൻ്റെ ഒക്കെ അർത്ഥം എന്ന് പറയുന്നത് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത് അത് ഒരു ക്രിസ്ത്യാനിയുടെ അല്ലെങ്കിൽ ഒരു സഭയുടെ പ്രതീകമാണ്. പ്രിയപ്പെട്ടവരെ, 3 വ്യക്തിത്വങ്ങളെ നമുക്ക്
ഇന്ന് വചനം പറഞ്ഞു തരുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതങ്ങളിലും ഇതുപോലെയുള്ള സമാനമായ അനുഭവങ്ങൾ നമുക്കുണ്ടാകും. യുദാസിനെ പോലെ ഈശോയുടെ കൂടെ വസിക്കുന്നതിലും ഈശോയുടെ കൂടെ നടക്കുന്നതും അതുപോലെ തന്നെ ഈശോയിൽ നിന്ന് കിട്ടുന്ന സന്തോഷത്തേക്കാൾ ആനന്ദത്തേക്കാൾ അധികമായി ലോകത്തിൻ്റെ പുറകെ പോകാനുള്ളൊരു വ്യഗ്രതയൊക്കെ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതങ്ങളിലുണ്ട്. യുദാസിൻ്റെ മനോഭാവം 30 വെള്ളിക്കാശിന് വേണ്ടി നമ്മളൊരു വലിയ സൗഭാഗ്യത്തെ പോലും വിസ്മരിക്കാൻ തയ്യാറാകുന്ന വിധത്തിൽ നമ്മുടെയൊക്കെ ജീവിതങ്ങൾ പലപ്പോഴും മാറിപ്പോകാറുണ്ട്. പത്രോസ്ലീഹായെ പോലെ വലിയ വീരവാദമൊക്കെ അടിക്കും, കർത്താവിന് വേണ്ടി ഞാൻ ജീവിക്കും, കർത്താവിനെ സ്നേഹിക്കും, കർത്താവിന് വേണ്ടി ജീവൻ കൊടുക്കാൻ പോലും തയ്യാറാണ്. പക്ഷേ ഒരു ജീവിത സാഹചര്യത്തിൻ്റെ മധ്യത്തിൽ അത് പലപ്പോഴും തൻ്റെ ദൗത്യവും തൻ്റെ ആ ഒരു വിളിയുമൊക്കെ മറന്നു പോകുന്ന പത്രോസിനെ പോലെ പലപ്പോഴും നമ്മളൊക്കെ ആയിപ്പോകാറുണ്ട്. അവിടെയൊക്കെ നമ്മുടെയൊക്കെ മുമ്പിൽ ഒരു വലിയ മാതൃകയായിട്ടുള്ളത് ഈശോയേറെ സ്നേഹിച്ചിരുന്ന ശിഷ്യനാണ്. ഈശോയുടെ വക്ഷസ്സിലേക്ക് ചാരിക്കിടന്ന് ഈശോയുടെ ഹൃദയത്തിൻ്റെ സ്പന്ദനം മനസ്സിലാക്കിയവൻ. ഒരു ക്രിസ്ത്യാനിയുടെ ഏറ്റവും വലിയ ഒരു ബലം അല്ലെങ്കിൽ ഒരു ശക്തി എന്ന് പറയുന്നത് ക്രിസ്തുവിനോട് പറ്റിച്ചേർന്ന് അവൻ്റെ ഹൃദയത്തിൻ്റെ സ്പന്ദനം മനസ്സിലാക്കുന്നവരാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ വാരത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ വചനഭാഗങ്ങളും നമ്മുടെ ധ്യാനങ്ങളും എല്ലാം നമ്മളെ ഏറെ ഓർമ്മിപ്പിക്കുന്നത് കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ സ്പന്ദനം മനസ്സിലാക്കുന്നവരായിട്ട് നമ്മൾ മാറണം. കർത്താവിനെ ഒറ്റുകൊടുക്കുന്നവരോ വഞ്ചിക്കുന്നവരോ അല്ലെങ്കിൽ തള്ളിപ്പറയുന്നവരോ അല്ല, മറിച്ച് കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ സ്പന്ദനം നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതങ്ങളിലും കർത്താവിൻ്റെ സ്നേഹം നിറയുന്നത് കാണാൻ പറ്റും. അപ്പോൾ അത് ആ ഒരു വലിയ കൃപയും അഭിഷേകമൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിറയുവാനും കൂടുതൽ തീക്ഷ്ണതയോടെ കർത്താവിനെ സ്നേഹിക്കാനും കർത്താവിന് വേണ്ടി ജീവിക്കുവാനുമായിട്ടുള്ള കൃപ തരണമേ എന്ന് ഈ വിശുദ്ധ ബലിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.